ചികിത്സാ സൗകര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സഹായിക്കണം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം കൊടുക്കണം. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ജോലിക്ക് വരുന്നത്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്, അപകടകരമായി ജോലിക്ക് വരുന്നത്. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആ കുടുംബത്തെയെല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടാക്കി സുരക്ഷാ പരിശോധനകൾ മുൻകൂട്ടി നടത്താനും കുറെ കൂടി കർശനമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സംവിധാനങ്ങളുടെ പോരായ്മ അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അത് പരിഹരിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തെ ഞടുക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇത്. ഏറ്റവും അവസാനമായി പുറ്റിങ്ങൽ അപകടത്തെപ്പറ്റിയാണ് ഞാൻ ഓർത്തത്. 101 പേരാണ് അന്ന് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞങ്ങൾ അന്ന് വളരെ കർശനമായി പിന്നീട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് തൃശൂർ പൂരത്തിനും പാവർട്ടിയിലെ പള്ളിയിലെ പെരുന്നാളിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇളവുകൾ പിന്നീട് വരുത്തുകയുണ്ടായി. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കരുത്. പക്ഷേ കാലാന്തരത്തിൽ പിന്നീട് അതെല്ലാം മാറി. ഇപ്പൊ ഇത്രയും വലിയൊരു വെടിക്കെട്ട് നുള്ള സാമഗ്രികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, പെരുന്നാൾ നടക്കുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും, വെടിക്കെട്ടുണ്ടാകും. പക്ഷെ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വയം സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഇത്തരം വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഗൌരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേലിൽ ഇനിയും ഇത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ വാസ്തവത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ ജോലി ചെയ്യാൻ വരുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അനാഥമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. DNA ടെസ്റ്റ് എത്രയും വേഗത്തിലാക്കണം. സാധാരണഗതിയിൽ DNA ടെസ്റ്റ് താമസം ഉണ്ടാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേഗതയിൽ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടി കൂടി ഉണ്ടാകണം. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ഇത്തരമൊരു സംഭവം നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഈ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പൊ അതിലൊരു ശാശ്വതമായ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അതാണ് ഞാൻ പറഞ്ഞത്. പുറ്റിങ്ങൽ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. പുറ്റിങ്ങൽ കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തൃശൂർ പൂരം, പാവർട്ടിയിലെ പള്ളി, ഇതെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ നിയന്ത്രണങ്ങൾ ഓരോ കാലത്തും അതിന്റെ അയവുകൾ വരുത്തുകയാണ് ഉണ്ടായത്. അത് ചെയ്യാൻ പാടില്ല. കർശനമായ നിയന്ത്രണത്തോടു കൂടി വേണം ഇത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഇത് വെടിക്കെട്ട് വേണ്ട, പൂരം വേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇനിയും ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുറ്റിങ്ങൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. സാറേ, ഈ പൂരം തട്ടിപ്പുമായി ബന്ധപ്പെട്ടു ജനം നമ്മുടെ നാടിനെ ഞെട്ടിച്ചതും ദുഃഖത്തിൽ ആഴ്ത്തിയതുമായിട്ടുള്ള വളരെയേറെ ഗുരുതരമായ സ്ഫോടനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട
ഇത്രയും അധികാരത്തോട് ഞാൻ അറിയിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ ദുരന്തം കഴിയുമ്പോൾ വളരെയേറെ ചർച്ചകൾ നടത്തുന്നു വ്യാപകമായി ഉണ്ടാകാറുണ്ട്. ഓരോ ദുരന്തം കഴിയുമ്പോൾ ഇനി എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്ന ആഴത്തിലുള്ള ചർച്ച തന്നെയാണ് ഉണ്ടാകാറ്. നിർഭാഗ്യവശാൽ ആ ചർച്ചകളെ തുടർന്ന് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്ന് ഫലപ്രദമായ നടപടി ദീർഘവീക്ഷണത്തോടുകൂടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നു. ഫലപ്രദമായ കരുതൽ നടപടികൾ, സുരക്ഷാ നടപടികൾ പാലിക്കാനും ശ്രമിക്കാറില്ല. അതുകൊണ്ട് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം ശാസ്ത്രീയമായ തലത്തിൽ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെടിക്കെട്ടൊക്കെ പരമ്പരാഗതമായ ആചാരങ്ങളുടെ ഭാഗമാണ്, അതിന് സംശയമില്ല. പക്ഷേ ഈ പലപ്പോഴും ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇതെല്ലാം ഏത് പരിധിവരെ പോകണം, ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഭരണകൂടങ്ങളും ആരാധനാലയങ്ങളുടെ ഭരണസമിതിയും മറ്റ് സമൂഹത്തിലെ സർവ്വതലത്തിൽപ്പെട്ട ആളുകളുമായി വിശദമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ കൃത്യമായൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായാൽ മാത്രം പോരാ. പലപ്പോഴും കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മുൻകാലത്തെ പോലെ ആകരുത്. കൃത്യമായൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാകുകയും അത് ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്യും, അതിനാവശ്യമായ നിയമങ്ങൾ രൂപീകരിക്കും. ആ നടപടികൾ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച പാടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനം, ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആ സുരക്ഷ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് സംവിധാനം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതുവരെ പോകണം, എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ രൂപം കൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാനതകളില്ലാത്ത നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിലപ്പെട്ട മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രി ചികിത്സയിലാണ്. നിരവധി വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ശ്രീ സതീശനും ശ്രീ രമേശും ചൂണ്ടിക്കാണിച്ചതുപോലെ അർഹമായ മുന്തിയ പരിഗണന തന്നെ ഈ കാര്യം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ദുരിതബാധിതർക്ക് ഉണ്ടാകണം. ദുരിതാശ്വാസ നടപടികളിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഉണ്ടാകരുത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മതിയാകുന്നതല്ല. അതുകൊണ്ട് ആവശ്യാനുസരണം എല്ലാം നഷ്ടപ്പെട്ട, തങ്ങളുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ, സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾ, അവർക്കതിന് കൃത്യമായ പരിഹാരമുണ്ടാകാനുള്ള ഒരു കളമൊരുക്കുക എന്നുള്ളത്, നടപടി സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതായാലും ഇനിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ.